രാജ്യത്ത് കോവിഡ് കേസുകൾ വൻതോതിൽ ഉയരുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 300 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്ത് നിലവിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 4302 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. നിലവിൽ 1373 കോവിഡ് രോഗികളാണ് കേരളത്തിലുള്ളത്. 9 മരണങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം കണക്കിലെടുത്ത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. ആശുപത്രികളിൽ അടിയന്തര സജ്ജീകരണങ്ങൾ ഒരുക്കണം, നിരീക്ഷണം ശക്തമാക്കണം, ചികിത്സാ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കണം, എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും മോക്ക് ഡ്രിൽ നടത്തണം, പുതുക്കിയ ABC മാർഗനിർദ്ദേശങ്ങൾ എല്ലാ ആശുപത്രികളും കർശനമായി പാലിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. പനി, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവർക്ക് നിർബന്ധമായും കോവിഡ് പരിശോധന നടത്തണം. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവായാൽ RT-PCR പരിശോധന നടത്തണം. ഇതിനായി ജില്ലാതലത്തിൽ RT-PCR സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. പ്രായമായവർ, ഗർഭിണികൾ, വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ എന്നിവരുൾപ്പെടുന്ന ഉയർന്ന അപകട സാധ്യത ഉള്ളവർക്ക് മാസ്കും നിർബന്ധമാക്കി. രോഗികൾ, കൂട്ടിരിപ്പുകാർ, ആശുപത്രി ജീവനക്കാർ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പനി പോലുള്ള ലക്ഷണങ്ങളുള്ളവർ എപ്പോഴും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.